അടുത്ത നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയുള്ളതാണ്. കാരണം മോയ്സ്ചറൈസിങ് ക്രീം നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ഇത് ഞാൻ 48 അവേഴ്സ് ഹൈഡ്രേറ്റ് ചെയ്യുന്ന സ്കിൻ മോയ്സ്ചറൈസിങ് ക്രീമാണ്. സെറ്റാഫിൽ എന്ന് പറയും. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശം നേരിട്ടായിരിക്കും അടയ്ക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിന് വേണ്ടി സെറ്റാഫിലിൻ്റെ തന്നെ നൈറ്റ് ജെൽ വെരി ഹൈ പ്രൊട്ടക്ഷൻ ഫ്രം സൺ എന്നാണ് കാണിച്ചേക്കുന്നത്. ഈ സാധനം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. അടുത്തത് നമുക്ക് ലിപ് ബാം വേണ്ടി വരും. ലിപ് ഷീൽഡ് എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ വരുന്നതാണ്. പിന്നെ നമുക്കറിയാൻ പറ്റില്ല നമുക്ക് ടോയ്ലറ്റൊക്കെ അവൈലബിൾ ആണോ. അതുകൊണ്ടൊരു പി ബഡി എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, ലേഡീസിനായിട്ട് വേണ്ടുന്നതാണ്. അത് മേടിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് ആൻഡ് പി എന്നും പറഞ്ഞൊരു സാധനം ഇത് മേടിച്ച്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നുണ്ട് യാത്രയിൽ. കാരണം സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതാണ്. നമ്മൾ പോകുന്ന ടോയ്ലറ്റൊക്കെ ക്ലീൻ ആവണമെന്നിരിക്കത്തില്ല, ഹൈജീൻ ആയിരിക്കത്തില്ല. നമ്മൾ എങ്ങനത്തെ സാഹചര്യമാണ് നേരിടുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഈ പി ബഡി എന്ന് പറയുന്ന ഈ ഐറ്റം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പാൻറ്റീസ് നമ്മളൊരു 10-30 20ഓളം ദിവസം 20-25 ദിവസം നിൽക്കുന്നുണ്ട്. പാൻറ്റീസൊക്കെ അത്രയും ദിവസത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പാൻറ്റി ലൈനറുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. അതോടെ അടുത്തത് നമ്മുടെ കൂളിംഗ് ഗ്ലാസ്. ഇത് ഷോയ്ക്കുള്ള കൂളിംഗ് ഗ്ലാസ് അല്ല. ആക്ച്വലി കൂളിംഗ് ഗ്ലാസ് നിർബന്ധമായിട്ട് മൗണ്ടനറിങ്ങിന് കൊണ്ടുപോകേണ്ടതാണ്. കാരണം നമുക്ക് UV റേസിൻ്റെയൊക്കെ നേരിടേണ്ടി വരും. UV റേസിനെ നേരിടേണ്ടി വരും. നമുക്ക് പൊള്ളലൊക്കെ ഏറ്റാൻ സാധ്യതയുണ്ട്. കണ്ണിന് ബേൺ ഉണ്ടാവാം. സോ കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. ഇനി ഈ കൂളിംഗ് ഗ്ലാസിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. കാരണം കൂളിംഗ് ഗ്ലാസ് ഞാൻ യൂസ് ചെയ്യുമ്പം എനിക്കുണ്ടാകുന്ന പ്രോബ്ലം എന്തോന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ല. കാരണം ഞാൻ പവർ ഗ്ലാസ് ഉപയോഗിക്കുന്നതാണ്. പവർ ഗ്ലാസ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് നോർമൽ കൂളിംഗ് ഗ്ലാസ് നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം ഒന്നും കാണാൻ പറ്റില്ല, ബ്ലറായിരിക്കും. കാണാം, നമുക്ക് ബ്ലറായിരിക്കും, കണ്ണാടി ഊരിയിട്ട് വെക്കുന്നത് പോലെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് ഡ്രൈ ചെയ്യുമ്പോൾ തന്നെ ചില സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചാൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബ്ലറായിപ്പോവും. സോ ഈ കൂളിംഗ് ഗ്ലാസിൻ്റെ പ്രത്യേകത, ഞാൻ ലെൻസ് ആൻഡ് കാർട്ടിൽ ചെന്നിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് സെലക്ട് ചെയ്ത് അതിനെ പ്രോഗ്രസീവ് ലെൻസുമായിട്ട് കൺവേർട്ട് ചെയ്തു. അത് നമുക്ക് ശരിക്കും പവർ ഗ്ലാസ് വെച്ച് പ്രോഗ്രസീവ് ലെൻസ് എൻ്റെ പവർ ഈ കൂളിംഗ് ഗ്ലാസ്സിലേക്ക് വെച്ച് തന്ന് അങ്ങനെ ചെയ്തതാണ് ഈ കൂളിംഗ് ഗ്ലാസ്. സോ ഇപ്പോൾ എനിക്ക് നോർമലി നിങ്ങളൊക്കെ ചെറുപ്പക്കാർ ഗ്ലാസ് വെക്കാത്ത ആൾക്കാർ കാണുന്നത് പോലെ തന്നെ എനിക്ക് ഈ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ണട, സ്പെക്സ് എന്ന് പറയുന്നത് ഒരെണ്ണമല്ല, ഒന്നുകൂടെ വെച്ച് ബൈ ചാൻസ് ഒന്ന് പൊട്ടേ വല്ലതും ചെയ്താൽ നമുക്ക് സ്പെക്സ് യൂസ് ചെയ്യുന്നവർ അഡീഷണൽ ഒരു സ്പെക്സ് കൂടി വെക്കണം. അങ്ങനെ 3. അടുത്തത് പവർ ബാങ്കാണ്. നമുക്ക് അത്യാവശ്യം വേണ്ടത് ഞാൻ ഒരെണ്ണേ മേടിച്ചിട്ടുള്ളൂ. ആക്ച്വലി 2 മേടിക്കണമെന്നാണ് പറയുന്നത്. കാരണം മുകളിൽ ചെന്നാൽ ഇത് പവർ ബാങ്ക് നമുക്ക് ചാർജ് ചെയ്യുന്നതിനും എല്ലാം അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സോ ഞാൻ ഒരു പവർ ബാങ്കേ മേടിച്ചോളൂ. ഇത് പുതുതായിട്ട് മേടിച്ചതാണ്, ഓൺലൈൻ വഴി മേടിച്ചതാണ്. 65 വോട്ടാണ് പവർ ബാങ്ക്. നിങ്ങൾ കൊണ്ടുപോകാൻ മറക്കരുത്. ഏത് ഹൈക്കിങ് അല്ലെങ്കിൽ ട്രക്കിങ്ങിനാണെങ്കിലും പവർ ബാങ്ക് നിർബന്ധമായിട്ട് വേണം. ഓക്കെ, ഇത് ചാർജ് ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവാം. അതല്ലെങ്കിൽ ഇതിൽ തന്നെ അതിൻ്റെ ചാർജറുണ്ട്. ചാർജർ ഇതിൽ തന്നെ ഉണ്ട്. നല്ല പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ്ങാണ്. ശരിക്കും ഞാൻ ഇന്ന് എൻ്റെ ഐഫോൺ ചാർജ് ചെയ്തപ്പോൾ 35 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജായി. വളരെ